പുരാതന ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും നാടോടി കഥകളിലും വേരൂന്നിയ ശ്രാവണകുമാരന്റെ കഥ പോലെ തന്റെ മാതാപിതാക്കളെ 2 കൊട്ടകളിലിരുത്തി ചുമലിൽ താങ്ങി ക്ഷേത്രപ്പടവുകൾ നടന്നു കയറുകയാണ് മോനൂസ് റായ്. ശ്രാവണകുമാരൻ അന്ധരായ തന്റെ മാതാപിതാക്കളെ അവരുടെ ആഗ്രഹപ്രകാരം ചാർധാം തീർത്ഥാടനത്തിന് കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ ഇവിടെ മോനൂസ് റായ്ക്ക് അതൊരു വഴിപാടാണ്. വലിയ ശിവഭക്തനായ തന്നെ സാക്ഷാൽ പരമശിവൻ തന്നെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. शिव ने ही मेरे को ऐसे मैसेज दे रहा है, ऐसे ऐसे काम करो उसके लिए, और सबको ऐसे कर्म कीर्ति के साथ जुड़े रहे. പശ്ചിമ ബംഗാളിലെ ജൽപൈഗുരിയിൽ നിന്നാണ് വരുന്നത്. ലോകത്തെ എല്ലാ മക്കളും മാതാപിതാക്കളെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ബഹുമാനത്തോടെയും നോക്കണമെന്നും അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഗ്രഹമായി പറയുന്നു. आगे आगे हर मंदिर पे थोड़ा मेरा मम्मी पापा जितना दिन रहेगा कोशिश करूँगा हर मंदिर में दर्शन करने का. അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബാക്കി ദൂരം അച്ഛനെയും അമ്മയും തോളിൽ താങ്ങിയാണ് വരുന്നത്. ക്ഷേത്രം വരെ നടക്കാനുള്ളത് ഏകദേശം 7 കിലോമീറ്റർ. സഹായത്തിന് സഹോദരിയും കൂടെയുണ്ട്. ശ്രാവണകുമാരന് രാമായണത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ദശരഥ മഹാരാജാവിന്റെ അമ്പേറ്റ് മരിക്കുന്ന സമയത്ത് ശ്രാവണന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശാപമാണ് പുത്രദുഃഖത്താൽ ദശരഥന്റെ മരണത്തിലേക്ക് നയിക്കുന്നത്. രാമായണ കഥയിലെ പോലെ മാതാപിതാക്കളുമായി എത്തിയ മോനൂസ് റായെ കാണാനും വണങ്ങാനും നിരവധി ആളുകളാണ് ചുറ്റും കൂടിയതും സഹായഹസ്തം നീട്ടിയതും. അയോധ്യയിൽ നിന്നും ജഗദീഷ് ബിഷ്ണൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്. അർജുൻ തന്നെ ചേരുന്നു. അർജുൻ അയോധ്യയിലുണ്ട്. അർജുൻ, ഇപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ഈ ഭക്തിയിൽ ലയിക്കുന്ന സമയത്തുള്ള ഇപ്പോൾ 2 അച്ഛനെയും അമ്മയും ഇങ്ങനെ തോളിലേറ്റെന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം വെയിറ്റ് താങ്ങേണ്ടി വരും. 7 കിലോമീറ്റർ നടക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാകും. പക്ഷേ ഭക്തി അതിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന സമയത്ത് അതൊന്നൊരു വിഷയമല്ല എന്നാണല്ലേ കാണാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനയും ഒക്കെ കാണേണ്ടി വരും അല്ലേ? അഞ്ജിത, തീർച്ചയായിട്ടും വളരെ ആകസ്മികമായിട്ടാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. പണ്ട് ഈ മുത്തശ്ശിയൊക്കെ പറഞ്ഞു തന്ന ഒരുപാട് കഥകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാലഭൂമിയൊക്കെ ഈ വെക്കേഷൻ സമയത്ത് ഈ അമർ ചിത്രകഥകൾ പോലെ ബുക്കുകൾ അടിക്കുമ്പോൾ അതിലെല്ലാം ഈ രാമായണത്തിൻ്റെ കഥയും എല്ലാം വായിക്കുന്ന സമയത്തും അതിലും ഈ ശ്രാവണകുമാരൻ്റെയൊക്കെ കഥ വായിച്ചിട്ടുള്ള പരിചയമുണ്ട്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇയാൾ ഈ കൊട്ടയിൽ അച്ഛനും അമ്മയും തൂക്കി പോകുന്നത് കാണാനിടയതും ഒരുപാട് ആളുകളൊക്കെ ചുറ്റും കൂടുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്താ സംഭവം എന്ന് ചോദിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഇതുപോലൊരു വഴിപാടാണ്, അതുകൊണ്ട് അച്ഛനും അമ്മയും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് അയാൾ വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്നാണ് വന്നത്. പശ്ചിമ ബംഗാളിൽ ഇതിന് മുൻപ് അയാളുടെ ഗ്രാമത്തിലുള്ള ഒരു അമ്പലത്തിൽ ഇതുപോലെ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം അയോധ്യയിലേക്ക് വരണമെന്നായിരുന്നു ആഗ്രഹം. ഇനി മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രത്തിലേക്ക് കൂടി ഇതുപോലെ ട്രെയിനിലെല്ലാം തന്നെ വന്ന് അവിടെ നിന്നും ഈ കൊട്ടയിലാക്കി അച്ഛനെയും അമ്മയും ഇതുപോലെ കൊണ്ടുവരണം. പ്രധാനമായിട്ടും ഈ വൃദ്ധസദനത്തിലെല്ലാം തന്നെ ആക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രായമായിട്ടുള്ള അവരെയെല്ലാം. അപ്പോൾ അതിനെല്ലാം എതിരെ ഒരു മെസ്സേജ്, ഈ പ്രായമായിട്ടുള്ള അച്ഛനെയും അമ്മയും നോക്കണം, അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ഒരു കാര്യം അതൊരു ആഗ്രഹമാക്കി അതൊരു വഴിപാടാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ അമ്പലങ്ങളിലേക്ക് അച്ഛനെയും അമ്മയും കൊട്ടയിലേന്തി കൊണ്ടുവരുന്നത്. സഹായത്തിന് സഹോദരിയും കൂടെയുണ്ട്. ഒരു 100 മീറ്ററൊക്കെ പെട്ടെന്ന് അയാൾ നടക്കും. അത് കഴിഞ്ഞ് ആ കൊട്ട ഇറക്കി വെക്കും. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര തുടരും. അങ്ങനെയാണ് പതിവ്. നല്ല ക്ഷീണം വരാറുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഭക്തി എന്നൊരു കാര്യം മാത്രമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ എത്തുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് മോനൂസ് റായെ പോലുള്ളവരെ മുന്നോട്ട് നയിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നമ്മൾ പലതരത്തിലുള്ള വഴിപാട് ഈ രാജ്യത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഗുരുവായൂരിലായാലും ശബരിമലയിലായാലും തിരുപ്പതിയിലായാലും. പക്ഷേ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ അത് ഉത്തരേന്ത്യയിലേക്ക് വരുന്ന സമയത്ത് തന്നെയാണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുക. പിന്നെ അയോധ്യ എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് ഹിന്ദു വിശ്വാസങ്ങളിലെല്ലാം തന്നെ ഊന്നി വലിയ പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 22-ാം തീയതിയോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ 22-ന് ശേഷം ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും ആളുകൾക്ക് തുറന്നു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ആളുകൾ എത്തും. പല വ്യത്യസ്തമായിട്ടുള്ള വഴിപാടുകൾ കാണാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ശരി, ഓരോരുത്തർക്കും സന്തോഷം കിട്ടുന്നത് ഓരോരോ കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത കാര്യങ്ങൾ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇവിടെ ഭക്തിയിലാണ്, ഭക്തിയുടെ ലഹരിയിലാണ്, ഭക്തിയുടെ ആഴത്തിലേക്ക് അമർന്നു ചെന്നാണ് ആ യുവാവ് അച്ഛനെയും അമ്മനെയൊക്കെ തോളിലേറ്റിക്കൊണ്ട് അയോധ്യയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷിക്കാൻ ഓരോരുത്തർക്ക് ഓരോരോ കാരണങ്ങളാണ്. പക്ഷെ നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് സങ്കടമായി തീരരുത് എന്ന് മാത്രമേ ഉള്ളൂ.